മാഷേ, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നിട്ട് 1 വർഷം പൂർത്തിയായി. എങ്ങും രാമമുഖരിതമാവുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചെയ്യുന്നത്. ഇപ്പോൾ ഡൽഹി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയായ ഡൽഹി സർവകലാശാല ക്യാമ്പസിൽ ഭഗവാൻ രാമന്റെ പേരിൽ ഒരു ഓഡിറ്റോറിയം തന്നെ അതിന് വേണ്ടിയിട്ട് തറക്കല്ലിട്ടിരിക്കുകയാണ് വൈസ് ചാൻസലർ തന്നെ. അപ്പോൾ രാമനില്ലാതെ ഇനി ഇന്ത്യ ഇല്ല എന്നൊരു സ്ഥിതിയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ഉയർച്ച തന്നെയല്ലേ കാണിക്കുന്നത്? അല്ല, ഒരു വ്യക്തിയെ നമ്മൾ സ്ഥാപനവൽക്കരിച്ച് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് വ്യാപനം ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ മതപ്രസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് ഇന്ത്യയിൽ നേരത്തെ ഇല്ലാത്ത തരത്തിൽ ഹിന്ദുത്വവാദം, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആദർശവും അതിൻ്റെ ആശയങ്ങളും ശക്തമായിട്ടുള്ള രീതിയിൽ പരത്താൻ പറ്റുന്ന അന്തരീക്ഷമാണ് കഴിഞ്ഞ 2 മോദി വർഷങ്ങൾ. 2 മോദി ഭരണവർഷങ്ങൾ എന്ന് പറയുമ്പോൾ 10 വർഷം. അത് കഴിഞ്ഞിട്ടിപ്പോൾ 3-ാം മോദി വർഷം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലെല്ലാം നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞതിനിടയിൽ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ. പക്ഷേ അത് കഴിഞ്ഞ് ഈ 3-ാം തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ BJP തോറ്റുപോയി. പക്ഷേ അത് ഒരു പാർലമെന്ററി പൊളിറ്റിക്സിലുള്ള, ഇലക്ട്രോളൈറ്റ് പൊളിറ്റിക്സിലുള്ള ഒരു തിരിച്ചടി മാത്രമാണ്. അതല്ല, RSS ഇന്ത്യയിൽ ആകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പ്രതിഷ്ഠാ സ്ഥാപനമുണ്ട്. അതാണ് ഈ ശ്രീരാമനും അതേപോലെ ശ്രീറാം എന്ന് പറയുന്ന മുദ്രാവാക്യവുമൊക്കെ ശക്തിപ്പെട്ടു വരുന്നതിൻ്റെ കാരണമായി തീരുന്നു. അത് ശക്തിപ്പെടുത്താൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ ഡൽഹി സർവകലാശാലയിലെ വൈസ് ചാൻസലറൊക്കെ ആര് തീരുമാനിക്കണം എന്നുള്ളത് എപ്പോഴും തർക്കമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. വൈസ് ചാൻസലർ ഒരു ഉപകരണമാണ്, ഒരു പാവ, ഭരിക്കുന്ന പാർട്ടിയുടെ പാവ. ഇപ്പോൾ CPM ഇവിടെ കേരളത്തിൽ ഭരിക്കുമ്പോൾ അവരുടെ പാവയാണ് ഈ സർവകലാശാലകളിലെല്ലാവരും വൈസ് ചാൻസലറായിട്ട് വരും. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പാവയാകണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് UGC നിയമങ്ങളൊക്കെ മാറ്റി എഴുതി അവരുടെ വൈസ് ചാൻസലറെ സ്ഥാപിക്കാനായിട്ടുള്ള വഴി അവർ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹി സർവകലാശാലയിൽ കൃത്യമായിട്ടും BJPയുടെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഡൽഹി സർവകലാശാലയിൽ മാത്രമല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അവരുടെ തീരുമാനം നടപ്പാക്കാം. അവരുടെ വൈസ് ചാൻസലറാണ് അവിടെ വൈസ് ചാൻസലറായിട്ട് വരും. അങ്ങനെയാണ് ഡൽഹി സർവകലാശാലയിൽ ഒരു പുതിയ ഓഡിറ്റോറിയം പണിതപ്പോൾ അതിൻ്റെ പേര് ശ്രീറാം ഓഡിറ്റോറിയം എന്നാണ്. ജയ് ശ്രീറാം എന്ന് പറയുന്ന മുദ്രാവാക്യം എല്ലായിടത്തും. അപ്പോൾ അതിൻ്റെ ശിലയിട്ട സമയത്ത് ആ ശിലയിടുമ്പോൾ നമ്മളതിനകത്ത് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു മതത്തെയും സ്പോൺസർ ചെയ്യാനായിട്ട് ഇന്ത്യൻ ഭരണകൂടത്തിന് അവകാശമില്ല. അത് ഹിന്ദു മതത്തെ സ്പോൺസർ ചെയ്യാൻ പാടില്ല, ഇസ്ലാം മതത്തെ സ്പോൺസർ ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ആദ്യ രൂപത്തിൽ ശ്രീരാമനുണ്ടല്ലോ. ഞാൻ ശ്രീരാമൻ്റെ പ്രശ്നമല്ല പറയുന്നത്. നമ്മളൊരു സർവകലാശാലയിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ പേരിടാൻ തീരുമാനിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇന്ത്യയുടെ ഭരണകർത്താക്കളുടെ പേരുകളെല്ലാം ഇട്ടുപോകുന്നത് ആളുകൾ അംഗീകരിച്ച് വരുന്നതാണ്. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഒരു മതചിഹ്നങ്ങളെയും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണത്. അല്ല, രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു അടിത്തറ തന്നെയാണ്. എന്താ, ഒരു ആത്മാവ് തന്നെയാണ് രാമൻ. ആ രാമനെ ഒരു സർവകലാശാലയുടെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലെ ഇടുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? രാമൻ ഒരു തീവ്രവാദിയല്ല. കുഴപ്പത്തിന്റെ കാര്യമല്ല പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രക്രിയ രൂപപ്പെട്ട് വികസിച്ചു വരുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കുഴപ്പം ഉണ്ട് എന്നോ കുഴപ്പമില്ലെന്നോ ഇല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു മതത്തെയും സ്പോൺസർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു മതചിഹ്നത്തെയും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ വരാൻ പാടില്ല എന്നതായിരുന്നു പൊതുവെ ഇതുവരെ ഉണ്ടായിരുന്ന രീതി. അത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ സർവകലാശാലയിൽ അങ്ങനെ ഒരു
ഓഡിറ്റോറിയത്തിന് ശരിയിടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിദ്യാഭ്യാസത്തിൽ രാമൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അത്തരമൊരു സ്വരൂപത്തിന്റെ പേര് ഓഡിറ്റോറിയത്തിൽ ഇടുന്നത് സദ്വികാരങ്ങൾ ഉണർത്തും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, രാമൻ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ആത്മീയ ചൈതന്യമാണ് എന്ന കാഴ്ചപ്പാടും അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഡൽഹി സർവകലാശാലയിലെ വിദൂര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഫങ്ഷണൽ പ്ലേസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഭരണഘടനയുടെ ഒരു ഭരണകൂടത്തിന്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതി ആയിരുന്നില്ല പൊതുവെ നേരത്തെ സ്വീകരിക്കപ്പെട്ടിരുന്നത്. നമുക്ക് ഓഡിറ്റോറിയത്തിന് ശ്രീറാം എന്ന് പേരിടാം. അതുപോലെ കേരളത്തിൽ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ CPM കാരുടെ ഭരണം തുടരെങ്കിൽ അവർ സർവകലാശാലയിലൊക്കെ ഓഡിറ്റോറിയങ്ങളൊക്കെ പണിത് EMSന്റെ ഒക്കെ പേരിടും, അല്ലെങ്കിൽ AKGയുടെ പേരിടും. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ, കരുണാകരൻ്റെ ഒക്കെ അങ്ങനെയാണ് പോകുന്നത്. BJPക്കാർ വരുന്ന സമയത്ത് അവരുടെ നേതാക്കളുടെ പേര് അവർ കേരളത്തിൽ അങ്ങനെ പ്രമുഖ നേതാക്കളൊന്നും അവർക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ പുറത്തുള്ള BJPയുടെ നേതാക്കന്മാരുടെ പേര്, മോദിയുടെ പേരിടാം, അമിത്ഷായുടെ പേരിടാം, അല്ലെങ്കിൽ ദീനദയാലിൻ്റെ പേര്, സവർക്കറുടെ പേര്, ഇതൊക്കെ ഇടാം. ഇങ്ങനെ ആർക്കും ഇതൊക്കെ ചെയ്യാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവരവർ ഭരിക്കുന്ന സമയം, ഭരണം മാറുന്ന സമയത്ത് പുതിയ ഭരണകർത്താക്കൾ എന്ത് ചെയ്യും? ഈ പേര് മാറ്റി അവരുടെ ആളുകളുടെ പേര് വെക്കും. അതൊക്കെ ശരിയായ സമീപനങ്ങളല്ല എന്നുള്ളതായിരുന്നു ഇതുവരെ തുറന്നു വന്നിരുന്നത്. ഇനി അതൊക്കെയാണ് ശരി എന്ന് നമ്മൾ കരുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. മറ്റത് തർക്കത്തിനൊന്നും പ്രസക്തിയില്ല. രാമൻ്റെ ആദർശങ്ങളും രാമൻ്റെ കാഴ്ചപ്പാടുകളും നമുക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ല. അത് സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന ആളുകൾ അത് സ്വീകരിക്കട്ടെ. പക്ഷേ പൊതുവിടങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിലൊക്കെ അവർ ഓഡിറ്റോറിയം പണിതാൽ അതിൻ്റെ മുമ്പിൽ എഴുതി വെക്കുന്ന ചവറ കുര്യാക്കോസ് അച്ഛൻ ഓഡിറ്റോറിയം എന്നായിരിക്കും. കാരണം അത് അവരുടെ ഫണ്ടാണ്. സർക്കാർ ചിലപ്പോൾ അതിനൊക്കെ എയ്ഡ് ചെയ്യുന്നുണ്ടാകും, സഹായിക്കുന്നുണ്ടാകും എന്ന് മാത്രമേ. പക്ഷേ ആ ഓഡിറ്റോറിയം പണിയുന്നതിൻ്റെ ഫണ്ട് അങ്ങനെ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാ മതക്കാരും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ സഹായത്തിൽ നടത്തുന്നതാണെങ്കിൽ പോലും അവിടെയൊക്കെ ഈ മതചിഹ്നങ്ങൾ കടന്നു വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാമന്റെ സംസ്കാരത്തിൽ എല്ലാവരും ഉണ്ട്. RSS മേധാവി മോഹൻ ഭാഗവത് നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ DNA-യും ഹിന്ദുക്കളുടെ DNA-യും ഒന്ന് തന്നെയാണ്, എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണെന്ന്. അല്ല, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് എന്നതാണ് അവരുടെ വാദം. കാരണം കമ്മ്യൂണിസ്റ്റുകാരെയും ഹിന്ദുക്കൾക്ക് സ്വീകരിക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അവിടെ ഒരു പേരിന്റെ ഒരു വിഷയം ഉണ്ടെങ്കിലും ആ പേര് ഉൾക്കൊള്ളുന്ന ഒരു ആശയമുണ്ട്. അതിന്റെ ഉള്ളില് എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയൊരു ബോക്സ്. അതെ, അതിനൊരു ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള മാത്രമാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. ഒരു തുറന്ന ആകാശം എന്നൊക്കെ പറയുന്ന അല്ല, ഇവിടുന്ന് ഇപ്പൊ മുസ്ലിം അല്ലാത്തൊരുത്തം പോലും മുസ്ലിമിന് അനുകൂലമായിട്ട് സംസാരിച്ച ഉടനെ തന്നെ നീ കൂടെ പാകിസ്ഥാനിലേക്ക് കൂടാന്ന് പറയും. അത് ഇൻക്ലൂസീവ് ക്യാരക്ടറിന്റെ എങ്ങനെ പറയാൻ പാടില്ല. ഇൻക്ലൂസീവ് ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബേസിക് ഫിലോസഫി തന്നെയാണ്. അതായത് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയും. ഇൻക്ലൂസീവ് ക്യാരക്ടർ ഇല്ലാത്ത ആളുകൾ വരികയും രാജ്യത്തിന് ഒരു വലിയ ഭീഷണിയായി തീരുമ്പോഴുമാണ് പാകിസ്ഥാനിൽ പോകുമെന്ന് പറയുന്നത്. അല്ല, അത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. പൊതുവെ അങ്ങനത്തെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നതും ആ അഭിപ്രായ പ്രകടനങ്ങൾ പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാകുന്നതും ആ ഇൻക്ലൂസീവ് ക്യാരക്ടർ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുസ്ലിം മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രിനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ്. മുസ്ലിം വേണ്ട, മുസ്ലിമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഹിന്ദുക്കൾ കഴിയും. അത് പക്ഷേ നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ ശരിയായ സമീപനമായിട്ട് ആളുകൾ കാണാറില്ല എന്നുള്ളതാണ് പ്രശ്നം. കാണാനേ കുഴപ്പമൊന്നുമില്ല, കാണാനേ അത് മതി. എന്തിനാണ് മുസ്ലിം പള്ളികൾ, എന്തിനാണ് ക്രിസ്ത്യൻ പള്ളികൾ, എല്ലാവരും അമ്പലങ്ങളായപ്പോലെ എന്നൊക്കെ വേണമെങ്കിൽ വിശാലാർത്ഥത്തിൽ ചോദിക്കാം. പക്ഷെ അപ്പം ശരിക്കുള്ളൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ക്യാരക്ടർ വളരെ നല്ലത്.
ഹിന്ദുയിസത്തിന് അത്തരത്തിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് വലിയ വലിയ നേതാക്കൾ മാത്രം സംസാരിക്കുന്ന കാര്യങ്ങളായി മാറുകയാണ്. താഴെത്തട്ടിൽ വരുമ്പോൾ അത് സ്പർദ്ധയുടെയും സംഘടനത്തിൻ്റെയും പ്രശ്നങ്ങളായി മാറിത്തീരുകയും അങ്ങനെ സ്റ്റെയിൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ മിഷണറിയൊക്കെ കത്തിച്ചളഞ്ഞ് ജീവനോടെ കത്തിച്ചളയുന്നത്. അപ്പം അങ്ങനെ ഒക്കെയുള്ള സംഭവങ്ങൾ വളരെ താഴെത്തട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ അതൊക്കെ ശരിയല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുകയും ചെയ്യാം. ഇവിടെയുള്ളൊരു ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ ഒരു ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ മറ്റ് മതങ്ങളുടെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ അവരെ അനുവദിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായും എല്ലാ മതങ്ങളും അങ്ങനെ ചെയ്യാൻ നന്നാണ്. പക്ഷേ മറ്റവരെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇസ്ലാം പഠിപ്പിക്കുന്നതിനെ നീയല്ലാതെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകാൻ പാടില്ല എന്നാണ്. അവിടെ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അപകടത്തിലേ. കാരണം പക്ഷേ ഒരു ഇൻക്ലൂസീവ്നെസ്സും ഇല്ല. പക്ഷെ വേദത്തിലൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏകം സത്ത് വിപ്രബഹുത വദന്തി എന്നാണ്. ജ്ഞാനിയായിട്ടുള്ള ആളുകൾ സത്യത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അവിടെ ഒരു ഇംഗ്ലീഷ് സ്വഭാവമുണ്ട്. വ്യാഖ്യാനങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടാകും, വ്യാഖ്യാനങ്ങൾ എന്തെങ്കിലും മോശമാണ്, അത് നല്ലതാണ്. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ അത് അങ്ങനെ ആവാതെ പോകുമ്പോഴാണ് സംഘടനകൾ ഉണ്ടാകുന്നത്, ആളുകൾ മരണഘോഷയാത്രയിൽ അംഗങ്ങളായി മാറുകയും. അതുണ്ടാവരുത് എന്നാണ് നമ്മളുടെയൊക്കെ കാഴ്ചപ്പാട്. എല്ലാ മതങ്ങളും നിലനിൽക്കട്ടെ, എല്ലാ ദൈവങ്ങളും നമ്മുടെ സർവകലാശാല ക്യാമ്പസുകളിൽ കയറിക്കോട്ടെ. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഇതാണ്, ഇതെല്ലാം ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ സാമൂഹ്യാവസ്ഥ വികസിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാത്ത ഈ കാര്യമുണ്ട്. ജയ് ശ്രീരാം വിളികളൊക്കെ രക്തച്ചൊരിച്ചലിന്റെയോ അല്ലെങ്കിൽ അനാവശ്യ യുദ്ധങ്ങൾ നിർമ്മിക്കുന്നതിന്റെയോ വിളികളായി തീരാതിരിക്കട്ടെ. അതാണ് പ്രശ്നം. അത്രയുള്ളൂ.